നമ്മളൊരു ബ്ലാക്ക് കളറിൽ ഇന്നോവ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളൊരു ഇന്നോവ കാറിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ പിന്നെ എവിടെ പോയി നോക്കിയാലും ബ്ലാക്ക് കളറിൽ ഇന്നോവ കാറെ കാണത്തുള്ളൂ. നമ്മൾ എന്ത് കാർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ കാറേ കാണത്തുള്ളൂ, അല്ലേ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ആ കാറിൻ്റെ ഇമേജ് നമ്മൾ രൂപപ്പെടുത്തി. അപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെൽത്ത് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്സും എല്ലാം മൈൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മനസ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ലയോ അത് നമുക്ക് ഭൗതികമായിട്ട് ആ, നമുക്ക് ഫിസിക്കലായിട്ട് അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മിൽ പലരുടെയും മൈൻഡിൽ ഈ ഹെൽത്തിൻ്റെ ഒരു ഇമേജ് രൂപപ്പെട്ടു വന്നിട്ടില്ല. ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഇമേജ് രൂപപ്പെട്ടു, അവർക്ക് അൺഹെൽത്തി ആയിട്ട് ജീവിക്കേണ്ടി വരുന്നു. പലരുടെയും മനസ്സിലൊരു വെൽത്തി മൈൻഡ് സെറ്റ് ഇല്ല. പോവർട്ടി മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. പോവർട്ടി മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ ധാരാളം പേരുണ്ട്. ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഒരു കൂലിപ്പണിക്കാരൻ്റെ ഓട്ടോറിക്ഷക്കാരന് ഒരു 1 കോടി രൂപ ലോട്ടറി എടുത്തെന്ന് വിചാരിക്കുക. ഒരു കല്ലുപണിക്കാരൻ്റെ കൂലിപ്പണിക്കാരന് 1 കോടി രൂപ ലോട്ടറി എടുത്തെന്ന് വിചാരിക്കുക. അവൻ ആ 1 കോടി രൂപ അക്കൗണ്ടിൽ വരികയൊക്കെ ചെയ്തു. ഒരു 3 വർഷം കഴിഞ്ഞ് നോക്കിക്കോ, അവൻ്റെ 10 പൈസ കാണത്തില്ല. അതെല്ലാം ആമ്പിളർ അടിച്ചെടുത്തുകൊണ്ട് പോകും. ശരിയല്ലേ? അതിലൊരു 90% അതിനാണ് സാധ്യത. ചുരുക്കം ചിലരുണ്ട് രക്ഷപ്പെടുന്നവർ. അവർക്കുള്ള പൈസ അങ്ങോട്ട് പോയി വീണ്ടും പാപ്പരായിട്ട് തീരും. എന്താണെന്നറിയാവോ? അവൻ്റെ മനസ്സിൽ ഒരു വെൽത്തി മൈൻഡ് സെറ്റ് ഇല്ല. ദാരിദ്ര്യത്തിൻ്റെ മൈൻഡ് സെറ്റാണ് ഉള്ളത്. അപ്പം ആ ദാരിദ്ര്യത്തിൻ്റെ പോവർട്ടി മൈൻഡ് സെറ്റുള്ള വ്യക്തിയുടെ ലൈഫിലേക്ക് എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കത്തില്ല. അത് വെൽത്തി മൈൻഡ് സെറ്റുള്ള റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് അവർ അടിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിനും രൂപീകരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ് എല്ലാത്തിനും സ്വാധീനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഓക്കെ, ഇപ്പം ഞാൻ മൈൻഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൈൻഡ് എന്താണെന്നും കൂടെ നമ്മൾ അറിയണം, അല്ലേ? മൈൻഡ്, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ മൈൻഡ് കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? മനസ്സ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കൂടെ എന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, പലതും കാണാം, അല്ലേ? മൈൻഡ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണുകയോ അല്ലെങ്കിൽ തൊട്ട് നോക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മൈൻഡ് ഇല്ല, ആരുമില്ല, ആരും ഉണ്ടാകത്തില്ല. കാരണം മനസ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആൻ എനർജികളെ നമുക്ക് പൊതുവെ കാണാൻ പറ്റത്തില്ല. നമുക്കൊക്കെ വസ്തുക്കൾ കാണാൻ വേണ്ടി നമുക്ക് 2 കണ്ണുകളുണ്ട്, അല്ലേ? കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വലിയ വലിപ്പമുള്ള എത്ര വലിയ ഉണ്ടക്കണ്ണുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. നമുക്ക് എനർജികൾ പൊതുവെ കാണത്തില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ ഇലക്ട്രിസിറ്റി, വൈദ്യുതി കേബിളിൽ കൂടെ കമ്പിയിൽ കൂടെ ഒക്കെ പോകുന്ന കാണാം. കമ്പിയും കേബിളും കാണാം, പക്ഷേ വൈദ്യുതി നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിൽ കൂടെ പാസ് ചെയ്യുന്നൊരു എനർജിയാണ്. ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. കാണാൻ പറ്റത്തില്ല. പിന്നെ സംശയമുള്ളവർക്ക് വേണം പോയി പിടിച്ച് നോക്കാം കറണ്ട് ഉണ്ടോ എന്ന്. അങ്ങനെ അനുഭവത്തിൽ കൂടെ അറിയാൻ സാധിക്കില്ല, എക്സ്പീരിയൻസിൽ കൂടെ, അല്ല കണ്ടറിയാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങളും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ, ഇൻഫ്രാറെഡ് രശ്മികൾ, ആറ്റങ്ങൾ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ഇതൊക്കെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നും കാണാൻ പറ്റത്തില്ല, അല്ലേ? കാരണം പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ലാത്തൊരു എനർജിയാണ്. ഇറ്റ്സ് എ പ്രോസസ്സ്. ഒരു എനർജിയാണ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ലൈഫിലെ എല്ലാ എക്സ്പീരിയൻസിനെയും മൈൻഡ് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളിന്നിപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അടക്കം എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സ്വാധീനിക്കുന്നുണ്ട്. മൈൻഡിൻ്റെ ഒരു പദ്ധതിയാണ് ഇതെല്ലാം. നമ്മൾ മൈൻഡിൽ കൂടെയാണ് എല്ലാ പ്രോസസ്സും നടന്നു പോകുന്നത്. നമ്മുടെ ലൈഫ് ഇതുവരെ നടന്നിട്ടുള്ള, നമ്മൾ ജന്മമെടുത്തപ്പോൾ തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളുടെ പിറകിലും നമ്മുടെ മനസ്സിൻ്റെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡെത്ത് അടക്കം, നമ്മൾ എന്ന് ഡെത്താകുന്നോ ആ ഡെത്ത് അടക്കം നമ്മുടെ ലൈഫിലെ ഓരോ എക്സ്പീരിയൻസിന് പിന്നിൽ നമ്മുടെ മൈൻഡ് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ മൈൻഡിൻ്റെ സ്വാധീനം ചിലപ്പം പോസിറ്റീവായിട്ട് വരാം. മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ മനസ്സ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നത് ചിലപ്പം പോസിറ്റീവായിട്ട് വരാം, ചിലപ്പം നെഗറ്റീവായിട്ട് വരാം. അപ്പം നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മിൽ ഒരു 90% പേരുടെയും ഈ മൈൻഡ് സെറ്റ് നെഗറ്റീവാണ്. നമ്മുടെ മൈൻഡ് നമ്മളെ സ്വാധീനിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള നമുക്കെതിരെയാണ് സ്വാധീനിക്കുന്നത്. അതാണ് നമുക്ക് ലൈഫിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല സ്വപ്നങ്ങൾ കാണുന്നു, നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കണം, നല്ല വെൽത്തി ആയിട്ട് ജീവിക്കണം. നമുക്ക് കുറേ സ്വപ്നങ്ങൾക്ക്, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ അങ്ങനെ ആഗ്രഹങ്ങളായിട്ട് ഇരിക്കത്തേ ഉള്ളൂ, അല്ല? അങ്ങനെ സ്വപ്നങ്ങൾക്ക് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണെന്നറിയാവോ? അത് മൈൻഡ് നമ്മളെ അതിനെ സഹായിക്കാത്തതുകൊണ്ട് മാത്രമാണ്. മൈൻഡ് നമുക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള, വെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് മൈൻഡിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ മൈൻഡെന്ന് ഞാൻ പറഞ്ഞു, മൈൻഡ് ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല, എനിക്കും ആർക്കും കാണുവാൻ സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാം, അനുഭവിച്ചറിയാം. ജീവിതത്തിൽ പല
അനുഭവങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ പോസിറ്റീവ് നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ സംഭാവനയാണ്. ഓക്കെ. അപ്പം ഈ മനസ്സിന്, നമ്മുടെയൊക്കെ മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്. അത് ബോധമനസ്സും ഉപബോധ മനസ്സും. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, രണ്ട് തലങ്ങളാണുള്ളത്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധമനസ്സെന്ന് പറയുന്നത് 10% ഉള്ളൂ. അതിന് ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ, നിശ്ചിതമായിട്ടുള്ള പവേഴ്സേ ഉള്ളൂ. എന്നാൽ ഉപബോധ മനസ്സാണ് അത്. ബാക്കി ബോധമനസ്സ് 10% ഉള്ളൂ. ബാക്കി 90% ഉപബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ. അപ്പം ഈ ബോധമനസ്സിൻ്റെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബോധമനസ്സാണ്. നിങ്ങളിപ്പം കേൾക്കുന്നത്, എന്നെ കാണുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, ടി വി കാണുന്നത്. അപ്പം ഈ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബോധമനസ്സാണ്. നമ്മൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഉദാഹരണം പറയാമോ? ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാമോ? നമ്മുടെ ബോഡി നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ ബോഡിയിൽ തന്നെ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും. ടൈപ്പ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? ചിന്തകൾ വരുന്നുണ്ട്. ജാനീസ് കൊള്ളാം. വേറെ ഇഷ്ടംപോലെ എൻ്റെ ഉണ്ടല്ലോ വേറെ. ബ്രീത്തിങ് കറക്റ്റ്, കൊള്ളാം. ഇസ്മയിൽ, കൺഗ്രാസ്. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. ഹാർട്ട് ബീറ്റിംഗ്, ഫാത്തിമ, കൊള്ളാം. ബ്രീത്തിങ്. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വർക്കിംഗ്, ഹബീബ, കൊള്ളാം. നമ്മുടെ ഓർഗൻ ഫങ്ഷൻസ് എല്ലാം നമ്മൾ അറിയാതെ നടക്കുന്നതാണ്, അല്ലേ? നമ്മുടെ ബ്രീത്തിങ്, കേൾക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. കണ്ണ് ചിമ്മുന്നത്, അല്ലെ? നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നതൊക്കെ നമ്മളറിയാതെ നടക്കുന്നതാണ്. ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ലിസണിങ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഡൈജഷൻ കുഴപ്പമില്ല, ഡൈജഷൻ നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കേട്ടോ. കൊള്ളാം. റിയാക്ട് ചെയ്തതൊക്കെ നന്ദി പറയുന്നു. താങ്ക്സ്. എല്ലാം മിടുക്കികളുമാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ, ഡൈജഷൻ, ഹാർട്ട് ബീറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് ഹാർട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്വാസം നമ്മൾ, ഇതിപ്പോൾ ഞാൻ സാറിൻ്റെ ക്ലാസ് കേട്ടിരുന്നത് ശ്വാസം എടുക്കാൻ മറന്നുപോയി, ഇനി ശ്വാസം എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ശ്വാസം എടുക്കേണ്ട ആവശ്യമുണ്ടോ? അറിയേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പം ഈ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ശ്വാസം നമ്മൾ ലങ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ആ ആ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ശക്തിയുണ്ട്. ഒരു സെക്കൻഡിൽ ഇത്ര എണ്ണം വേണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ശക്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഹാർട്ട് ബീറ്റ്, അത് നിശ്ചിത ഒരു താളത്തിൽ നിശ്ചിത എണ്ണം വേണം സെക്കൻഡിൽ, മിനിറ്റിലൊക്കെ. ഓക്കെ. ഡൈജഷൻ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫംഗ്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാന്നറിയാവോ? സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇൻവോൾവറി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ബോധ മനസ്സാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. എഴുതുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. സംസാരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ബോധ മനസ്സ് കൺട്രോൾ ചെയ്യുന്നു. അറിയാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇതിന് ഈ ബോധമനസ്സ് 10% ഉള്ളൂ, ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. ഈ ഉപബോധ മനസ്സിന് പുറം ലോകവുമായിട്ട് ബന്ധമില്ല, ഔട്ടർ വേൾഡുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ഉള്ളിൽ ഇന്നർ മൈൻഡാണത്. ബോധമനസ്സ് കൊണ്ട് എന്ത് പറയുന്നു അത് ഉപബോധ മനസ്സ് വിശ്വസിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളാരും പുറമേ കാണുന്ന ബോഡി മാത്രമല്ല, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഡിവൈൻ ആയിട്ടുള്ള ക്രിയേഷനാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നുണ്ട്. ആ ദൈവിക ചൈതന്യം കുടികൊള്ളുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവത്തിൻ്റെ ചൈതന്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമുക്കറിയാം ദൈവത്തിന് അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മിറക്കിൾസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവത്തിന്, അല്ലേ, ഉണ്ട്. അപ്പം ആ ദൈവത്തിൻ്റെ തന്നെ ഒരു അംശമാണ് നമ്മുടെ ഉള്ള ഉപബോധ മനസ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉപബോധ മനസ്സിനും ദൈവിക ശക്തികളുണ്ട്, മിറക്കിൾസ്. ദൈവം തന്നെ നമുക്കെന്നൊരു അനുഗ്രഹമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് നമ്മളൊക്കെ ഏറെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട്, നല്ല വെൽത്തി ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ദൈവം തന്നൊരു ശക്തി നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷേ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നമ്മളത് ഉപയോഗിക്കാൻ പരിശീലിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട്, വെൽത്തി ആയിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡ്, ആ ദൈവിക ചൈതന്യം കുടികൊള്ളുന്ന ഒരു ചൈതന്യമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലെ, നമ്മളിൽ പലർക്കും പല ബ്ലോക്സ് ഉണ്ട് ലൈഫിൽ. പല മേഖല ബ്ലോക്സ് ഉള്ളവരുണ്ട്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലോക്സ് ഉണ്ടാകുന്ന മണി ബ്ലോക്സ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, മണി ബ്ലോക്സ്. അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ചിലർക്ക് പണം ഉണ്ടാക്കാൻ റിച്ചായി തീരത്തില്ല. ഓർഡിനറി ലൈഫാണ് നയിക്കാൻ സാധിക്കുന്നത്, അല്ലേ? വെൽത്തി ആകാൻ സാധിക്കുന്നില്ല. പണം വരുന്നുണ്ടായിരിക്കാം, വരുന്നുണ്ടായിരിക്കാം, പക്ഷേ 10 കിട്ടും, ഞാൻ പറഞ്ഞാൽ 10 കിട്ടുമ്പോൾ 100ൻ്റെ ചിലവ്, ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഈ മൈൻഡിൻ്റെ ബ്ലോക്സാണ് നമുക്ക്, കേട്ടോ. മൈൻഡ്, ആ ബ്ലോക്സ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വെൽ ഹെൽത്തിൻ്റെ മേഖല, വെൽത്തിൻ്റെ മേഖല ബ്ലോക്സ് ഉണ്ട്, ഹെൽത്തിൻ്റെ മേഖല ബ്ലോക്സ് ഉണ്ട്. അത് അവർക്ക് അസുഖങ്ങൾ ഒന്നിനു പറയുക ഒന്നായിട്ട് ഓരോരോ പ്രോബ്ലംസ്. നമ്മുടെ പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പണം പോകും, മനസമാധാനം പോകും, സന്തോഷം പോകും. ഈ രോഗം വന്നാൽ പിന്നെ നമുക്ക് പണം പോകും തന്നെയല്ല, അതിന് ചികിത്സിക്കാൻ പണം വേണം. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള വേദന, പിന്നെ ശാരീരികമായിട്ടുള്ള വേദന, അല്ലേ? പല പല പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഈ നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ 80% സൈക്കോസൊമാറ്റിക്കാണ്. നമുക്ക് വിചാരിക്കുവാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രോഗങ്ങളാണ് പകുതിയും വരുന്നത്, അല്ലെങ്കിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ മൈൻഡ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് ഇതാണ്. നല്ല ഹെൽത്തി ആയിട്ട്, നല്ല വെൽത്തി ആയിട്ട്, നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുക. അതിന് സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അതിന് കുറേ ടൂൾസൊക്കെ ഉണ്ട്. അപ്പം ഈ ആദ്യം മൈൻഡിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് പഠിച്ചിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? നമുക്കൊരു കാറ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് കാറിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. എന്തിനാണ് സ്റ്റിയറിങ്, ക്ലച്ച് എന്തിനാണ്, ബ്രേക്ക് എന്തിനാണ്, അല്ലേ? ഗിയർ എന്തിനാണ്, ഓരോ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് പഠിക്കും നമ്മൾ. അതിനുശേഷം, അല്ലേ, അതും തിയറി പഠിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ മൈൻഡും അങ്ങനെയാണ്. ഈ മൈൻഡ് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിനെക്കുറിച്ച് ബേസിക്കായിട്ട് പഠിക്കണം. എന്താ മനസ്സിൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെ അത് നമ്മുടെ ലൈഫിനെ ഏതൊക്കെ മേഖലയെ സ്വാധീനിക്കുന്നു, അതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമുക്കെങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ തന്നെയാണ് മനസ്സിൻ്റെ ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഈ ബോധമനസ്സ് 10% ഉള്ളെന്ന് പറഞ്ഞു. ഉപബോധ മനസ്സാണ് ബാക്കി 90%. മിറക്കിൾ പവർ സബ് കോൺഷ്യസ് മൈൻഡിനാണ്. ബോധമനസ്സിന് ലിമിറ്റഡ് പവറേ ഉള്ളൂ. ഈ ബോധമനസ്സിൻ്റെ പ്രവർത്തന സമയം എപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നോ അപ്പം മാത്രമേ ബോധമനസ്സ് വർക്ക് ചെയ്യത്തുള്ളൂ. എപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നു, ഇപ്പം നിങ്ങൾ ആരും ഉറങ്ങുന്നില്ലല്ലോ, അല്ലേ? എനിക്ക് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല ഉറങ്ങുന്നുണ്ടോ നോക്കാനായിട്ട്. ആരും ഉറങ്ങുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ബോധമനസ്സ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വർക്ക് ചെയ്യത്തില്ല, കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങുമ്പം ബോധമനസ്സ് ഉറക്കത്തിലേക്ക് പോകും, വിശ്രമത്തിലേക്ക് പോകും. നമ്മളെപ്പോൾ ഉണർന്നു വരുന്നോ അപ്പോൾ അവൻ ആക്റ്റീവായിട്ട് വരും. അതിന് സമയമൊന്നുമില്ല. നമ്മളിപ്പം രാത്രി ഒരു 2 മണിയാകുമ്പോൾ ഉണർന്നെഴുന്നേറ്റെന്ന് വിചാരിക്കുക, അപ്പം ബോധമനസ്സുണ്ട്. എപ്പോൾ ഉണർന്നിരിക്കുന്നു അപ്പം ബോധമനസ്സ് വർക്ക് ചെയ്യും. ഉപബോധ മനസ്സാണ് എപ്പോഴായിരിക്കും വർക്ക് ചെയ്യുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ് 24 അവേഴ്സും വർക്ക് ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് 24 അവേഴ്സും വർക്ക് ചെയ്യണം. കാരണം നമുക്കറിയാം നമ്മുടെ ബ്രീത്തിങ് 24 അവേഴ്സ് വേണം, ബ്ലഡ് സർക്കുലേഷൻ 24 അവേഴ്സ് വേണം, ഡൈജഷൻ 24 അവേഴ്സ് വേണം, അല്ലേ? പകൽ മാത്രം പോരാ, ഉണർന്നിരിക്കുമ്പോൾ മാത്രം പോരാ. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്തില്ല നമുക്ക് ലൈഫ് ഇല്ലെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി, കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിൻ്റെ ഈ ബോധമനസ്സിനും ഉപബോധമനസ്സിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, രണ്ടിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പറഞ്ഞുതരാം. ഒന്ന്, ഈ ഈ ബോധമനസ്സ് ഈ ബോധമനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കത്തുള്ളൂ, കോൺസെൻട്രേഷൻ. ബോധമനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. ഉപബോധമനസ്സിന് ഒരു സമയം പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാൻ സാധിക്കും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ വീട്ടിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാൻ പറഞ്ഞു ബോധമനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കത്തുള്ളൂ, ഉപബോധമനസ്സിന് ഒരു സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരലും കൊണ്ട് അന്തരീക്ഷത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എ ഒന്ന് എഴുതാവോ? ഇംഗ്ലീഷിലെ എ വലത് ചൂണ്ടുവിരലും കൊണ്ട് ഉയർത്തിയിട്ട് എ ഒന്ന് എഴുതുക. ഈസി അല്ലേ? ഇനി ഇടത് കൈയുടെ ചൂണ്ടുവിരലും കൊണ്ട് ബി ഒന്ന് എഴുതിക്കുക. ഇംഗ്ലീഷിലെ ബി ഒന്ന് എഴുതിക്കുക. ഇടത് കൈയുടെ ചൂണ്ടുവിരലും കൊണ്ട് ബി. രണ്ടും ഈസിയാണ്, അല്ലേ? ഇനി രണ്ടും ഒരുമിച്ച് ഒന്ന് എഴുതിക്കേ. ഈ വലത് കൈ കൊണ്ട് എയും ഇടത് കൈ കൊണ്ട് ഇടത് ചൂണ്ടുവിരലും കൊണ്ട് ബി ഒരേ സമയം ഒന്ന് എഴുതിക്കേ. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കണ്ടെങ്കിലേ എനിക്കും അതൊരു കേട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വലത് കൈ കൊണ്ട് എയും ഇടത് കൈ കൊണ്ട് ബി ഒരേ സമയം എഴുതാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കത്തില്ല. കൈകൾ താത്തിട്ടുള്ളൂ, സാധിക്കത്തില്ല, കേട്ടോ. ഓക്കെ, പറ്റത്തില്ല. അതെന്താണെന്നറിയാവോ? ഈ ബോധമനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകിൽ എയിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബിയെ ശ്രദ്ധിക്കുക. എ എഴുതി കഴിഞ്ഞിട്ട് ബി, അല്ലെങ്കിൽ ബി എഴുതി കഴിഞ്ഞിട്ട് ഏതാ പറ്റത്തുള്ളൂ. അതാണ് ബോധമനസ്സിൻ്റെ കുഴപ്പം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഇത് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ട്. ഡ്രൈവിംഗ് പഠിച്ചപ്പം നമ്മൾ ആദ്യം കാർ ഓടിച്ചപ്പോൾ നമ്മൾ കാറിൻ്റെ സ്റ്റിയറിംഗാണ് നമ്മൾ ബാലൻസ് പിടിച്ചത്, അല്ലേ? നമുക്കപ്പം വലിയ ബുദ്ധിമുട്ടാണ് സ്റ്റിയറിംഗ് പിടിച്ചത്. ഒരുമാതിരി സ്റ്റിയറിംഗ് ആയപ്പം ആശാൻ പറഞ്ഞു ഇനി ഗിയറൊക്കെ മാറിക്കണം പറഞ്ഞു. നമ്മൾ ആദ്യം ഗിയർ മാറിയപ്പോൾ എങ്ങോട്ട് പോയി?
വണ്ടി എങ്ങോട്ട് ഗിയർ മാറുന്നു അങ്ങോട്ടും കൂടെ സ്റ്റിയറിംഗ് പോകുക, നമുക്ക് രണ്ടും കൂടെ പറ്റത്തില്ല അല്ലേ, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ബ്രേക്ക് ഔട്ട് എല്ലാം കൂടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തു, അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ട് വന്നു. അപ്പോൾ നമുക്കെല്ലാം ഇപ്പം നമുക്ക് കാറ് സ്റ്റിയറിംഗ് പിടിക്കുക, ഹോൺ അടിക്കുക, അതുപോലെ തന്നെ ഗിയർ മാറുക, ക്ലച്ച് ഔട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പോലീസുകാർ പറയുന്നത്, നിങ്ങൾ ഈ ബോധമനസ്സിൻ്റെ ഈ കുഴപ്പം കൊണ്ടാവും പോലീസുകാരൊക്കെ പറയുന്നില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. അത് ഈ ബോധമനസ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഈ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പം ഒന്നുകിൽ നമ്മൾ ബോധമനസ്സ് ഈ വാഹനം ഡ്രൈവിംഗ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ശ്രദ്ധിക്കുക, രണ്ടും കൂടെ പറ്റത്തില്ല, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പം ചെയ്യുന്നുണ്ടെന്ന് പറയുമായിരിക്കും, ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര റിസ്ക്കാണ്. എപ്പം വേണമെങ്കിലും അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ ഒരു സെക്കൻഡ് പതറിപ്പോയാൽ മതി. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. അവരുടെ തോട്ട്സ്, അതുകൊണ്ടാണ് അവരുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഒരുപോലെയല്ല, രണ്ടും വ്യത്യാസമുണ്ട്. അതിനാ നമ്മൾ പലപ്പോഴും പലരെയും കുറ്റം പറയും. സ്ത്രീകൾ കരയുമ്പോഴൊക്കെ ഇമോഷൻസിലൊന്നും നമ്മൾ കുറ്റം പറയും. അത് അവരുടെ കുഴപ്പമുള്ളത്, അവരുടെ ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇമോഷൻസ് ഒക്കെ അങ്ങനെ വരുന്നത്. നമ്മളങ്ങനെ അത് മനസ്സിലാക്കണം കേട്ടോ, അതിൻ്റെ സൈക്കോളജിയാണത്. ഓക്കെ, അപ്പം ഈ പുരുഷന്മാരുടെ ബ്രെയിൻ ഒരു സമയം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കത്തുള്ളൂ. ഈ പുരുഷന്മാർക്ക് ടി വി കണ്ടുകൊണ്ട് പച്ചക്കറി എരിയാൻ പറ്റുമോ? പറ്റത്തില്ല. ആദ്യം വിരൽ അരിഞ്ഞ് കളയുന്നത്, കാരണം കണ്ണ് അവിടെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് സാധിക്കും. സ്ത്രീകളുടെ ബ്രെയിൻ വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ ബ്രെയിൻ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഒരേ സമയം ടി വി കാണുക, പച്ചക്കറി അരിയുക, കുട്ടിയെ മടി വെക്കുക, ഹസ്ബൻഡിനെ ചീത്ത പറയുക, എല്ലാം ഓരോ സമയം ചെയ്യാൻ സാധിക്കും. പുരുഷന്മാർ പത്രം പേപ്പർ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൊബൈലിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ സ്ത്രീകൾ വന്ന് പലതും പറയും, വൈഫൊക്കെ. പക്ഷേ പുരുഷന്മാരത് കേൾക്കുന്നില്ല. അവരുടെ ശ്രദ്ധ എവിടെയാണ്? അവരുടെ ശ്രദ്ധ പേപ്പറിലാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണ്. പുരുഷന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ കേട്ടോ, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത് ഈ ബോധമനസ്സിൻ്റെ ഉപബോധമനസ്സിൻ്റെയും പല വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ബോധമനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല, ഉപബോധമനസ്സിന് ഒരു സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിൽ ഈ ബോധമനസ്സിൻ്റെ ഉപബോധമനസ്സിൻ്റെയും പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫങ്ഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്ത് ജീവിതാനുഭവങ്ങളൊക്കെ കടന്നു പോന്നിട്ടുണ്ടോ അതിനൊക്കെ ഉപബോധമനസ്സ് സ്വാധീനിക്കുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇവിടെ ബോധമനസ്സിൻ്റെ ഉപബോധമനസ്സിൻ്റെയും ഡ്യൂട്ടി, ഈ ബോധമനസ്സ് കൊണ്ട് എന്ത് പറയുന്നു അത് ഉപബോധമനസ്സ് അനുസരിക്കും, അതാണ് ഇവിടെ ഡ്യൂട്ടി. ഉപബോധമനസ്സിനാണ് മിറക്കിൾ പവറുള്ളത്, അത്ഭുതകരമായ പവറുള്ളത്, 90% പവറുള്ളത്. പക്ഷേ അവൻ ബോധമനസ്സിൻ്റെ അടിമയാണ്. ബോധമനസ്സ് കൊണ്ട് എന്ത് പറയുന്നു, ബോധമനസ്സ് എങ്ങനെ ഉപബോധമനസ്സോട് പറയുന്നതെന്നറിയാവോ? ഈ ബോധമനസ്സ് ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, ഇമോഷൻസിലൂടെ, ഫീലിങ്സിലൂടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് സജഷൻസ് കൊടുക്കുന്നോ അതൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഉപബോധ മനസ്സിൻ്റെ ഡ്യൂട്ടി. അപ്പം ഉപബോധ മനസ്സിന് മിറക്കിൾ പവറുണ്ട്, എന്ന് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദൈവികമായിട്ടുള്ളൊരു ദാനമാണ് ഉപബോധ മനസ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ ഈ മുക്കുവനും ജീനിയും കഥ കേട്ടിട്ടുണ്ട്. മുക്കുവനും ഭൂതവും ജീനിയുടെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ഒരു ദിവസം മുക്കുവൻ, പഴയ കഥയാണ്, മുക്കുവൻ കാട്ടിൽ പോയി വല വീശി, കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി വലയ്ക്കകത്ത്. ആ ചെപ്പ് ഓപ്പൺ ആക്കിയപ്പം അതിനകത്തൊരു ജീനി, ഒരു ഭൂതം പുറത്ത് വന്നു. അപ്പോൾ ആ ജീനി മുക്കുവനോട് പറഞ്ഞു, അങ്ങാണ് എന്നെ സ്വതന്ത്രനാക്കിയ ചെപ്പിൻ്റെ അകത്തുനിന്ന്. എനിക്ക് നല്ല അസാമാന്യ കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങയുടെ അടിമയാണ്. അങ്ങനെ സ്വതന്ത്രനാക്കിയതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടിമയാണ്. അങ്ങ് എന്ത് പറയുന്നു ഞാനത് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പം മുക്കുവൻ പറയും, എനിക്ക് നല്ല വലിയൊരു വീട് വേണം, ഒരു ബംഗ്ലാവ് വേണം. മുക്കുവൻ ഒന്ന് ചൂന്ന് വെച്ചതേ ഉള്ളൂ, ഓം ഹോം ഹ്രീം, ഒരു നല്ലൊരു വീട് ബംഗ്ലാവ് ഉണ്ടായി. മുക്കുവൻ പറയുകയാണ്, എനിക്ക് നല്ല ഇഷ്ടം പോലെ പണം വേണം, ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ വേണം. മുക്കുവൻ ജീനി ഒന്ന് കൈ കാണിച്ചതേ ഉള്ളൂ, ആ വീട് നിറയെ സ്വർണ്ണാഭരണങ്ങളെ കറൻസികൾ. മുക്കുവൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു ബെൻസ് കാർ വേണം. ഇതേ മുറ്റത്തിൽ ബെൻസ് കാർ കിടക്കുന്നു. അപ്പം ജീനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അല്ലേ? മുക്കുവൻ എന്ത് പറയുന്നു ജീനി സാധിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ജീനിയാണ്, ദൈവം നിക്ഷേപിച്ചിരുന്ന ജീനിയാണ് ഉപബോധ മനസ്സ്. പക്ഷേ അതിനെ നമ്മൾ പറയേണ്ട രീതിയിൽ പറയണം, അല്ലെങ്കിൽ ജീനിക്ക് മനസ്സിലാകത്തില്ല, ഉപബോധ മനസ്സിന് മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മൾ പലരും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? എനിക്ക് രോഗം വരണം, എനിക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകണം, എൻ്റെ ഫാമിലി പ്രോബ്ലം ഉണ്ടാകണം, എനിക്ക് നടുവിന് വേദന ഉണ്ടാകണം, എനിക്ക് ക്യാൻസർ ഉണ്ടാകണം. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള സജഷൻ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അറിഞ്ഞുകൊണ്ടല്ലോ കേട്ടോ, അറിഞ്ഞുകൊണ്ട് ആരും കൊടുക്കത്തില്ല, അറിയാതെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ എന്ത് സജഷൻസ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്താലും അതൊക്കെ സാധിച്ചിരിക്കും. അവിടെയാണ് അതിൻ്റെ കുഴപ്പം. നമ്മൾ കൊടുക്കുന്ന സജഷൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സാധിച്ചു തരും. കാരണം ഉപബോധ മനസ്സിന് വലിയൊരു കുഴപ്പമുണ്ട്.
ഉപബോധ മനസ്സിന് ചിന്തിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല, വിശകലനം ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ല, അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ നന്മയ്ക്കാണോ നമ്മൾ തിന്മയ്ക്കാണോ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? ഉപബോധ മനസ്സിനില്ല. അത് ബോധ മനസ്സിനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ കൂടെ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള പല നെഗറ്റീവ് അനുഭവങ്ങളും നമ്മുടെ തന്നെ ക്രിയേഷനാണ്. നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിലൂടെ, നെഗറ്റീവ് ഫീലിങ്സിലൂടെ, നെഗറ്റീവ് ഇമോഷൻസിലൂടെ ഒക്കെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നെഗറ്റീവായിട്ടുള്ള സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായി തീർന്നിട്ടുമുണ്ട്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്കെല്ലാം ശക്തിയുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ പലപ്പോഴും പല തുളതുളാൻ സംസാരിക്കും. പകുതിയും നെഗറ്റീവാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയുക, നമ്മുടെ ഇല്ലായ്മകൾ പറയുക, വല്ലായ്മകൾ പറയുക, ബുദ്ധിമുട്ടുകൾ പറയുക. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക പലരും, അല്ലേ? അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്യൂട്ടി എന്താണെന്നറിയാവോ? അതിന് ഉറക്കമില്ല, 24 hours വർക്ക് ചെയ്യുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത്